ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അസി മൊമെൻറ്റ്സ്. അപ്പോൾ നമ്മളിന്നിവിടെ മുരിങ്ങയില ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നതിന് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളിയും കാന്താരി മുളകാണ് കേട്ടോ. ഏത് മുളക് വേണമെങ്കിലും ഉപയോഗിക്കാം. ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് വെള്ളം, ഉപ്പ്. അപ്പോൾ നമുക്കത് വയ്ക്കാനായിട്ട് ഒരു ചെറിയ പാൻ അടുപ്പത്തോട്ട് വെച്ച് തീ ഇട്ട് കൊടുക്കുക. അത് ചൂടായതിന് ശേഷം ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കണമെന്നില്ല കേട്ടോ, ആവശ്യത്തിന് വേണ്ടി മാത്രം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ആ ചെറിയ ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളി വഴണ്ട് വരാൻ ആവശ്യമായ ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നത് നമുക്ക് റെഡിയായി കിട്ടും. ഒരുപാട് അങ്ങ് വഴറ്റണ്ട, കാരണം ഉപ്പേരി നമ്മൾ കഴിക്കുമ്പോൾ ചെറുതായിട്ടേ ഉള്ളി ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പം ഉള്ളി ഇച്ചിരി ഞാൻ പറഞ്ഞ ആ ഒരളവിന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഫുള്ള് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇതെന്ന് വെച്ചാൽ മുരിങ്ങയിലേക്ക് ഇച്ചിരി വേവുള്ളതാണ്. നമ്മുടെ എണ്ണയിൽ മാത്രമാകുമ്പോൾ അതിന് ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. വെള്ളം ഒഴിച്ച് മുരിങ്ങയില വേവിക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ചെറിയുള്ളി അതുമായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വച്ചേക്കുന്ന മുളകും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഞാൻ ഒന്ന് ഞെക്കി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തേങ്ങയും നന്നായിട്ടൊന്ന് വിരവി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇച്ചിരി കൂടെ, നമ്മൾ നേരത്തെ ചെറിയുള്ളിയിൽ ഇട്ടത് കൊണ്ട് തന്നെ ഇച്ചിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി വച്ചേക്കുന്ന വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അടച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ആദ്യം ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും സാധാരണ, പക്ഷേ ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുമുണ്ട്. അവർക്ക് വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഇത് ആവിയിൽ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല, ഇല ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു പരുവത്തിന് ഇളക്കിയെടുക്കുക. നമ്മുടെ മുരിങ്ങയില നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പെല്ലാം ആവശ്യത്തിന് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, മുരിങ്ങയില ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. ബായ്.